ആ വടക്കേ ഇന്ത്യയിൽ മഴ പെയ്യണതിന് മൗലവി ഇവിടെ കുട പിടിക്കണത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആട്ടിയും തുപ്പിയും ഒക്കെ ഒഴിവാക്കിയിരുന്നു. കൂട്ടായിട്ട് ആക്രമിച്ചിരുന്നു. ഇടതും വലതും സംഖ്യകളും പിന്നെ കുറെ മതസംഘടനകളും എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് കൂട്ടായിട്ട് ആക്രമിച്ചിരുന്നു ആ പാവം മനുഷ്യനെയും പീഡിപ്പിക്കുകയും. എന്നിട്ട് ജനസമൂഹത്തിൽ അവർ പറഞ്ഞ് ഞങ്ങള് തീവ്രവാദികളാണെന്ന്. എന്നാൽ ഞങ്ങൾ 26 കൊല്ലമായിട്ട് തീവ്രവാദം തന്നെ നടത്തണേ എന്നവർ സമ്മതിച്ചാൽ കഴിഞ്ഞ 26 കൊല്ലമായിട്ട് ഒരു തുള്ളി ചോര ഈ എൻ്റെ കയ്യിലുൾപ്പെടെ ഒരു പീഡിപ്പിക്കാരൻ്റെ കയ്യിലും പറഞ്ഞിട്ടില്ല. പീഡിപ്പിക്കാർ ഉയർത്തിയ കത്തിയോ കടരയോ തോക്കോ ബോംബോ പൊട്ടിയിട്ട് ഒരു പൊന്നുമോനും എത്തിമാവേണ്ടി വന്നിട്ടില്ല, ഒരു പൊന്നുമോളും വിധവയാവേണ്ടി വന്നിട്ടില്ല. ഞങ്ങളിൽ നിന്നും ഇന്നേ വരെ പാർട്ടിയുടെ ഒരു പ്രവർത്തകനും മരിച്ചു വീണിട്ടില്ല. അങ്ങനെ മരിച്ചു വീണതിൻ്റെ പേര് ഫണ്ട് പിരിക്കാനും പുട്ടടിക്കാനൊന്നും ഞങ്ങൾക്ക് ഇതൊരു അവസരം കിട്ടിയിട്ടില്ല. അപ്പം ഇതാണ് ഞങ്ങളെങ്കിൽ ഞങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്ന ഏത് പാർട്ടിക്കുണ്ട് യോഗ്യത? ആരാണ് കൊല്ലാത്തത്? 47 ആളെ കൊന്ന് ലീഗെ നീ കൊന്ന് എന്ന് പറയണത് കെ.ടി. ജലീൽ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി നിയമസഭയിലാണ്. 18 MLA-മാരുടെ മൂക്കിന് വിരൽ ചൂണ്ടി പറഞ്ഞ് അയാള് അങ്ങനെയാണ്ട് തുടങ്ങി. ഇവരാരാണ്? ശിഹാബ് അല്ലെങ്കിൽ കുടപ്പനങ്ങൾ തറവാട്ടിൽ അവിടെ വെച്ചിട്ട് വെള്ളരിപ്രാവിനെ പറപ്പിച്ചിട്ട് സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരായി നടിക്കുന്ന ആൾക്കാരല്ലേ ഇവര്. കൊന്ന കഥയാ പറഞ്ഞേ. ഒരു വീട്ടിൽ നിന്ന് 2 ആളെ കൊന്ന കഥ, ഒരു അധ്യാപകനെ ചവിട്ടിക്കൊന്ന കഥ, എന്തെന്ത് കഥകള്. ഒരു കൊച്ചുകുഞ്ഞിനെ പോലും പീഡിപ്പിക്കാതെ കൊന്നിട്ടില്ല ഇന്നവരെ. ഈ ഉത്തരവാദിത്വത്തോടെ, ഈ അഹങ്കാരത്തോടെ, ഈ ശൗട്യത്തോടെ, ഇത്ര ഒച്ചത്തിൽ വിളിച്ചു പറയാൻ, ഹിമാലയത്തിന്റെ മുകളിൽ കയറി വിളിച്ചു പറയാനുള്ള അഹങ്കാരവും അവകാശമുള്ളവരാണ് ഞങ്ങളെ പോലെ ആർക്കും കഴിയില്ല. കേരളത്തിൽ ഒരു പാർട്ടിയും കൊല്ലാത്തവരില്ല, പാർട്ടിയിൽ നിന്ന് ആരും ചാവാത്തവരുമില്ല. അപ്പൊ എന്തിന് രാഷ്ട്രീയ പാർട്ടി എടുക്കണേ? ഇവിടുത്തെ മതസംഘടനയിൽ ആരാ കൊല്ലാത്തവര്, ആരാ ചാവാത്തവര്? അപ്പൊ അതൊന്നും അല്ല വിഷയം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലമായിട്ട് വിവിധ മുന്നണികൾക്ക് മാറി മാറി പിന്തുണ കൊടുത്തിരുന്നു. പിന്തുണ കൊടുക്കുന്ന കാലത്ത് റെഡിമെയ്ഡ് ചിരിച്ച് നിൽക്കുമായിരുന്നു ഞങ്ങളുടെ കൂടെ. അത് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞാൽ കറിവേപ്പിലെ പോലെ ആണ്ട് മാറ്റിയിടും. എന്നിട്ട് പിന്നെ പൂരപ്പറമ്പിൽ വെച്ച് കണ്ട പരിചയം കൂടെ കാണിക്കാറില്ല. ഞങ്ങൾക്കിപ്പോൾ അനിവാര്യമാണ് എന്ത്? അബ്ദുൽ നാസർ മദനി എന്ന ആ പാവം മനുഷ്യനെ ജയിലിൽ എടുക്കുക, അല്ലെങ്കിൽ ജയിലിന് തുല്യമായ നരകയാതന അനുഭവിക്കാം. അതിന് മോചനം വേണം. അതിനെതിരെ ആ മാനുഷിക പരിഗണന കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ മനുഷ്യനോട് ഭരണകൂട ഭീകരത കാട്ടുന്നതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു 5000 ആൾ പൊന്നാനിയിലുണ്ടെങ്കിൽ ആ 5000 ആൾ പീഡിപ്പിക്ക് വോട്ട് ചെയ്യും. അത് ഞങ്ങൾക്ക് കാണണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ വലിയ അഹങ്കാരമൊന്നുമില്ല. പാർലമെന്റിൽ പോയിട്ട് ഘോരം ഗർജിക്കാരാണെന്നൊന്നും പറയണില്ല. പക്ഷെ ഞങ്ങൾ അവകാശപ്പെടുകയാണ് അബ്ദുൽ നാസർ മദനിയുടെ നീതിക്ക് വേണ്ടി, അബ്ദുൽ നാസർ മദനിയുടെ മോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ പൂന്തുറ സിറാജിന്റെ കുടത്തിന് വോട്ട് ചെയ്യണമെന്ന് ജനങ്ങളോട് ഞങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അവരോട്. അതിനുവേണ്ടിയാണ് നിർത്തിയിരിക്കുന്നത്. അതിൽ ആർക്കും ഒരു വിഷമം വേണ്ട. ഒരു വോട്ട് സ്പ്ലിറ്റും ഇല്ല അതിൽ. അങ്ങനെ സൂപ്പർ ബോസ്കും മണ്ടത്തരൊന്നും ആരും പറയണ്ട. ഇത് പാർട്ടിയുടെ നിലപാടാണ്, ഞങ്ങളുടെ നിലപാടാണ്. ഇത് പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, ഇതിൽ ഇപ്പൊ പറഞ്ഞത് പക്ക രാഷ്ട്രീയമാണ്. ജബാർക്ക് പിണങ്ങണ്ട. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാൻ. കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു വ്യക്തിയാണ് ജബാറക്ക. ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പാർശ്വങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. കാരണം ഇങ്ങനെ ഒരു അഴകുഴമ്പൻ രീതിയിൽ അങ്ങനെ പോയി എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഈ വീഴ്ച. സാരമില്ല. പക്ഷെ ഒരു കാര്യം ജബാറക്ക, നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയ ഈ ഇതുണ്ടല്ലോ, ഈ ഉത്കണ്ഠ, അത് വളരെ അബദ്ധമാണ്. വളരെ രസകരമായ കാഴ്ചയാണത്. ചിരി വരും അത്ര അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ചാൽ. ഒരു കാര്യം സത്യം പറഞ്ഞോട്ടെ, 50 കൊല്ലത്തിന്, ഇന്നും നാളെ എന്നല്ല, ഈ തെരഞ്ഞെടുപ്പല്ല, അടുത്ത തെരഞ്ഞെടുപ്പല്ല, ഷെറിൻഡീൻ ഷിഫയുടെ ഒക്കെ കുട്ടികൾ വോട്ട് ചെയ്യണ കാലം എന്ന് പറഞ്ഞാൽ അവർ 50 കൊല്ലത്തിന് പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കെട്ടിവെച്ച പൈസ എടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയില്ല. അത്രയും സ്രോതസ്സുള്ള മേഖലയല്ലേ ഇത്. പൊന്നാനി ഒരു BJP-യുമായിട്ട് മത്സരം നടക്കുന്നുണ്ട്. പൊന്നാനിയിൽ ഫാസിസവും മതേതരത്വവും തമ്മിലൊരു മത്സരം ഉണ്ടോ? ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ട് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ? ഞങ്ങൾ മത്സരിക്കുന്ന 5 മണ്ഡലം, പൊന്നാനി, മലപ്പുറം, ചാലക്കുടി, ആലപ്പുഴ, ആറ്റിങ്ങൽ, ഈ മണ്ഡലങ്ങളിലൊന്നും ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി ജയിക്കില്ല. ജയിക്കുക എന്ന് പറഞ്ഞാൽ 2ാം സ്ഥാനത്ത് വരില്ല, 3ാം സ്ഥാനത്തും വരാൻ സാധ്യത വളരെ കുറവാണ് ഈ മണ്ഡലങ്ങളിലൊക്കെ. അത്രയും അവരുടെ ശേഷി കുറവുള്ള മണ്ഡലങ്ങളിൽ
മത്സരം നടക്കുന്നത് ഇതിൽ നിങ്ങൾ പറഞ്ഞല്ലോ ജനാധിപത്യവും പിന്നെ മതേതരത്വം തമ്മിലുള്ള അല്ല ജനാധിപത്യവും ഫാസിസവും തമ്മിലുള്ള തെരഞ്ഞെടുപ്പിൽ 3 വോട്ട് 4 വോട്ടിനൊക്കെ തോറ്റ അത് ക്ഷീണാവില്ലെന്ന്. ഇതിൽ നിങ്ങൾ പറഞ്ഞതിൽ ഏതാണ് ജനാധിപത്യവാദികൾ? കോൺഗ്രസ് ആണോ മാർക്സിസ്റ്റ് പാർട്ടിയാണോ? ഏതാണ് വർഗീയവാദികൾ? കോൺഗ്രസ് ആണോ മാർക്സിസ്റ്റ് പാർട്ടിയാണോ? ആര് തമ്മിലാണ് മത്സരം? വർഗീയവാദികളും ഫാസിസമാണോ അല്ല മതേതരവാദികളോ? എങ്ങനെയാണ് ഇവിടെ മത്സരം വരുന്നത്? ഇവിടെ ഏതെങ്കിലും ഒരു കക്ഷി മത്സരിച്ചാൽ BJPക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന എന്തെങ്കിലും പഴുതുണ്ടോ ജബറക്ക? നമ്മൾ സ്വപ്നം കാണണ്ട മാത്രം പോരാ, അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും കൂടെ കഴിയണം. ഒരു കാരണവശാലും അത് നടക്കൂല, ഒരു കാരണവശാലും. ഇനി വേറെ നമ്മൾ പറഞ്ഞിട്ട് ഞങ്ങളോട് ഈ പറയണ ഈ മേഖല ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനു മത്സരിക്കുന്നു? ഒരു മാർക്സിസ്റ്റുകാരനോട് ഞാൻ പറഞ്ഞ കാര്യമാണത്. ഒരു മാർക്സിസ്റ്റുകാരനോട് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ വോട്ട് സ്പ്ലിറ്റ് ആക്കണം? എന്തിനാണ് ഈ സ്പ്ലിറ്റ് ആക്കണമെന്ന് വെച്ചാൽ ഏതിലേക്ക് പോകണം? ഈ ടിമോ ബഷീറിന് പോയാലേ സ്പ്ലിറ്റ് ആവോ? അല്ല അൻവറിന് പോയാൽ സ്പ്ലിറ്റ് ആവും? ഏതിലേക്ക് പോയാലാണ് സ്പ്ലിറ്റ് ആവേ? എങ്ങനെയാണ് സ്പ്ലിറ്റ് ആവേ? ഒരു രസകരമായ ഒന്ന് ചിത്രം വരച്ച് തന്നാൽ നമുക്ക് ബോധ്യവും. ഇവിടെ രമ നിൽക്കുന്നു, വീട്ടി രമ കെട്ടിവെച്ച പൈസ മേടിക്കുമോ? അപ്പോൾ വീട്ടി രമയെ ജയിപ്പിക്കാൻ വേണ്ടി PDP നിന്നു എന്ന് പറയുന്ന ആ ഒരു ബോസ്ക് ഉണ്ടല്ലോ, ശുദ്ധ മണ്ടത്തരം, അതാദ്യം മറക്കേ, അത് തീർത്തും മറക്കേ. കാരണം എന്താ പറയുക, അങ്ങനെ ഒരു സംഭവം ഇപ്പൊ പടിഞ്ഞാറുന്ന് സൂര്യൻ ഉദിക്കാൻ തുടങ്ങി എന്നൊക്കെ വരണ കാലത്ത് ചിന്തിച്ചാൽ പോരാ അതൊക്കെ. അപ്പൊ അത്തരം ബോസ്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇത് യാഥാർത്ഥ്യത്തിലേക്ക് വരിക. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് സുഹൃത്ത് മത്സരിക്കുന്നത്? എന്തിനാണ് അൻവറും ബഷീറും തമ്മിൽ ഒരു മത്സരം നടക്കുന്നത്? ഭയങ്കര പഞ്ചഗുസ്തിയല്ലേ ഇവിടെ, അടിപൊളി കോടികൾ ഇട്ടിട്ട് അമ്മാനോടെ എത്ര വണ്ടികൾ, എന്താ ആരാ മോശം? 2 കൂട്ടരും വളരെ ഉഷാറായിട്ട് കളഞ്ഞു, അതിഗംഭീരം. ഞാനൊന്ന് ചോദിച്ചാൽ വിഷമം തോന്നരുത്. ഈ 2 കൂട്ടരും ഇപ്പൊ കാട്ടിക്കൂട്ടുന്ന ഈ ഇതുണ്ടല്ലോ, ഈ തല്ല്, ഈ കൃത്യമായ ഫൈറ്റ് ജയിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവർ ബായി അല്ലേ ജബാറക്ക? ഇവരിൽ ആരും BJPയോട് സഹകരിക്കുന്ന വിശ്വാസമുണ്ട് നിങ്ങൾക്ക്? ഇവരവിടെ പോയാൽ മതേതര ചേരി ഉണ്ടാക്കാനുള്ള ശ്രമവും ആരാണ് മതേതര ചേരിക്ക് നേതൃത്വം കൊടുക്കുന്നത് അവർക്ക് പിന്തുണയും കൊടുക്കുന്നുള്ള വിശ്വാസമല്ലേ നമുക്കുള്ളത്? അങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന ബഹളത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാ? ഇല്ലല്ലോ. അവിടെ പോയാൽ തീർത്തും ബായി അല്ലേ ജബാറൊക്കെ ഇവര്. അപ്പൊ പിന്നെ ഇവര് ഞങ്ങളോട് പറയണതിനേക്കാൾ ഭംഗിയായിട്ട് ഒരു സൗഹൃദ മത്സരം നടത്തി ആ കോടികൾ പൊട്ടിക്കൽ അവസാനിപ്പിച്ചൂടെ? അതല്ല മാന്യമായ വശം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇത്ര ആളുകളെ ഉപദേശിക്കുക. ഞങ്ങൾ മത്സരിക്കുന്നത് PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മത്സരിക്കുന്നത് തീർത്തും നമുക്കുള്ള അവകാശം ബോധ്യപ്പെടുത്താനാണ്. ഏതവകാശം? അബ്ദുൽ നാസർ മഅ്ദനി എന്നിട്ട് ഞങ്ങളുടെ നേതാവ്, ഒരു കേരളീയൻ, വികലാംഗനായ ഒരു പണ്ഡിതൻ, 19 വർഷമായി അദ്ദേഹം കിടക്കുന്നു. 2 പതിറ്റാണ്ട് കാലം കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഫാസിസം എന്ന വിപത്തിനെതിരെ വിരൽ ചൂണ്ടിയതിന്റെ പേരിലാണ് അബ്ദുൽ നാസർ മഅ്ദനിക്ക് എടുക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ മിനിയാന്നാണ് ഇവർക്കൊക്കെ ബോധം വന്നുള്ളൂ ഫാസിസം ഇന്ത്യയിലുണ്ട് എന്ന്. അഹമ്മദ് മരിക്കേണ്ടി വന്ന്, അയാളുടെ നെഞ്ചത്ത് ഇടിയന്ത്രം വെച്ച് 8 മണിക്കൂർ ഇടിക്കേണ്ടി വന്ന്. അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ മരിച്ച മയ്യത്തുമേ 8 മണിക്കൂർ ഇടിയന്ത്രം വെച്ച് ഇടിക്കേണ്ടി വന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇന്ത്യയിൽ ഫാസിസം ഉണ്ടെന്ന് ബോധ്യമാവാൻ. പ്രശസ്ത ന്യൂറോളജിസ്റ്റായ സ്വന്തം മോൾ ഒരു തുള്ളി സംസം കൊടുക്കാൻ അനുവദിക്കാതെ ഫാസിസം തടഞ്ഞു നിർത്തേണ്ടി വന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇന്ത്യയിൽ ശരിക്കും കടന്നു വന്നിരിക്കണം ഫാസിസം എന്ന് ബോധ്യപ്പെടാൻ. ഇത് ഞങ്ങൾ നേരത്തെ ബോധ്യപ്പെട്ടിരുന്നു. ആ പാവ മനുഷ്യൻ 25 കൊല്ലം മുമ്പ് വിളിച്ചിരുന്നിരുന്നു. അന്ന് എന്താ പറഞ്ഞത്? നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഭഗൽപൂരിന്റെയും ജാംഷഡ്പൂരിന്റെയും മീററ്റിന്റെയും നെല്ലിയുടെയും കഥ പറയുമ്പോൾ ഫോണൊന്ന് കട്ടാവാണ്. എന്തായാലും അന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവരന്ന് പറഞ്ഞിരുന്നു, ഈ അബ്ദുൽ നാസർ മഅ്ദനി എന്ന് പറയുന്ന ആളെ ചെറുപ്പക്കാരെ വഴിയെറ്റിക്കാൻ വന്നിരിക്കുകയാണെന്ന്. ആ ചെറുപ്പക്കാരെ പ്രകോപനം ഉണ്ടാക്കിച്ച് വഴിതെറ്റിക്കാൻ വന്ന മനുഷ്യനാണെന്ന്. എന്തിനാ വടക്കേ ഇന്ത്യയിൽ മഴ പെയ്യണേന് മൗലവി ഇവിടെ കുട പിടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആട്ടിയും തുപ്പിയൊക്കെ ഒഴിവാക്കിയിരുന്നു. കൂട്ടായിട്ട് ആക്രമിച്ചിരുന്നു. ഇടതും വലതും സംഖ്യകളും പിന്നെ കുറെ മതസംഘടനകളും എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് കൂട്ടായിട്ട് ആക്രമിച്ചിരുന്നു ആ പാവ മനുഷ്യനെയും PDP. എന്നിട്ട് ജനസമൂഹത്തിൽ അവർ പറഞ്ഞ് ഞങ്ങള് തീവ്രവാദികളാണെന്ന്. എന്നാൽ ഞങ്ങൾ 26 കൊല്ലമായിട്ട് തീവ്രവാദം തന്നെ നടത്തണേ എന്നവർ സമ്മതിച്ചാൽ കഴിഞ്ഞ 26 കൊല്ലമായിട്ട് ഒരു തുള്ളി ചോര ഈ ഇന്റെ കയ്യിലുൾപ്പെടെ ഒരു PDPക്കാരൻ്റെ കയ്യിലും പറഞ്ഞിട്ടില്ല. PDPക്കാർ ഉയർത്തിയ കത്തിയോ കടാരയോ തോക്കോ ബോംബോ വെട്ടിയിട്ട് ഒരു പൊന്നുമോനും എത്തിമാവേണ്ടി വന്നിട്ടില്ല.
ഒരു പൊന്നുമോളും വിധവയാവട്ടി വന്നിട്ടില്ല. ഞങ്ങളിൽ നിന്നും ഇന്നേ വരെ പാർട്ടിയുടെ ഒരു പ്രവർത്തകനും മരിച്ചു വീണിട്ടില്ല. അങ്ങനെ മരിച്ചു വീണതിൻ്റെ പേര് ഫണ്ട് പിരിക്കാനും പുട്ടടിക്കാനൊന്നും ഞങ്ങൾക്ക് ഇതൊരു അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ ഇതാണ് ഞങ്ങളെങ്കിൽ ഞങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്ന ഏത് പാർട്ടിക്കുണ്ട് യോഗ്യത? ആരാണ് കൊല്ലാത്തത്? 47 ആളെ കൊന്ന് ലീഗെ നീ കൊന്ന് എന്ന് പറയണത് കെ.ടി. ജലീൽ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി നിയമസഭയിലാണ്. 18 MLA-മാരുടെ മൂക്കിന് വിരൽ ചൂണ്ടി പറഞ്ഞ് അയാള് അങ്ങനെയാണ്ട് തുടങ്ങി. ഇവരാരാണ്? ശിഹാബ് അല്ലെങ്കിൽ കുടപ്പനങ്ങൾ തറവാട്ടിൽ അവിടെ വെച്ചിട്ട് വെള്ളരിപ്രാവിനെ പറപ്പിച്ചിട്ട് സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരായി നടിക്കുന്ന ആൾക്കാരല്ലേ ഇവര്. കൊന്ന കഥയാ പറഞ്ഞേ. ഒരു വീട്ടിൽ നിന്ന് 2 ആളെ കൊന്ന കഥ, ഒരു അധ്യാപകനെ ചവിട്ടിക്കൊന്ന കഥ, എന്തെന്ത് കഥകള്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലും പീഡിപ്പിക്കാതെ കൊന്നിട്ടില്ല ഇന്നേവരെ. ഈ ഉത്തരവാദിത്വത്തോടെ, ഈ അഹങ്കാരത്തോടെ, ഈ ശൗട്യത്തോടെ, ഇത്ര ഒച്ചത്തിൽ വിളിച്ചു പറയാൻ, ഹിമാലയത്തിന്റെ മുകളിൽ കയറി വിളിച്ചു പറയാനുള്ള അഹങ്കാരവും അവകാശമുള്ളവരാണ് ഞങ്ങൾ. ഞങ്ങളെ പോലെ ആർക്കും കഴിയില്ല. കേരളത്തിൽ ഒരു പാർട്ടിയും കൊല്ലാത്തവരില്ല, പാർട്ടിയിൽ നിന്ന് ആരും ചാവാത്തവരുമില്ല. അപ്പൊ എന്തിന് രാഷ്ട്രീയ പാർട്ടി എടുക്കണേ? ഇവിടുത്തെ മതസംഘടനയിൽ ആരാ കൊല്ലാത്തവര്, ആരാ ചാവാത്തവര്? അപ്പൊ അതൊന്നും അല്ല വിഷയം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലമായിട്ട് വിവിധ മുന്നണികൾക്ക് മാറി മാറി പിന്തുണ കൊടുത്തിരുന്നു. പിന്തുണ കൊടുക്കുന്ന കാലത്ത് റെഡിമെയ്ഡ് ചിരിച്ച് നിൽക്കുമായിരുന്നു ഞങ്ങളുടെ കൂടെ. അത് കഴിഞ്ഞാൽ, ഇലക്ഷൻ കഴിഞ്ഞാൽ കറിവേപ്പിലെ പോലെ ആണ്ട് മാറ്റിയിടും. എന്നിട്ട് പിന്നെ പൂരപ്പറമ്പിൽ വെച്ച് കണ്ട പരിചയം കൂടെ കാണിക്കാറില്ല. ഞങ്ങൾക്കിപ്പോൾ അനിവാര്യമാണ് എന്ത്? അബ്ദുൽ നാസർ മദനി എന്ന ആ പാവം മനുഷ്യനെ ജയിലിൽ എടുക്കുക, അല്ലെങ്കിൽ ജയിലിന് തുല്യമായ നരകയാതന അനുഭവിക്കാം. അതിന് മോചനം വേണം. അതിനെതിരെ ആ മാനുഷിക പരിഗണന കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ മനുഷ്യനോട് ഭരണകൂട ഭീകരത കാട്ടുന്നതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു 5000 ആൾ പൊന്നാനിയിലുണ്ടെങ്കിൽ ആ 5000 ആൾ PDPക്ക് വോട്ട് ചെയ്യും. അത് ഞങ്ങൾക്ക് കാണണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ വലിയ അഹങ്കാരമൊന്നുമില്ല. പാർലമെന്റിൽ പോയിട്ട് ഘോരം ഗർജിക്കാനാണെന്നൊന്നും പറയണില്ല. പക്ഷെ ഞങ്ങൾ അവകാശപ്പെടുകയാണ് അബ്ദുൽ നാസർ മദനിയുടെ നീതിക്ക് വേണ്ടി, അബ്ദുൽ നാസർ മദനിയുടെ മോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ പൂന്തുറ സിറാജിന്റെ കുടത്തിന് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ജനങ്ങളോട് ഞങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അവരോട്. അതിനുവേണ്ടിയാണ് നിർത്തിയിരിക്കുന്നത്. അതിൽ ആർക്കും ഒരു വിഷമം വേണ്ട. ഒരു വോട്ട് സ്പ്ലിറ്റും ഇല്ല അതിൽ. അങ്ങനെ സൂപ്പർ ബോസ്കും മണ്ടത്തരൊന്നും ആരും പറയണ്ട. ഇത് പാർട്ടിയുടെ നിലപാടാണ്, ഞങ്ങളുടെ നിലപാടാണ്. ഇത് പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, ഇതിൽ ഇപ്പൊ പറഞ്ഞത് പക്ക രാഷ്ട്രീയമാണ്. ജബാഹക്ക് പിണങ്ങണ്ട. ഓക്കെ, അസ്സലാമു അലൈക്കും.